മന്ത്രിമണ്ഡലത്തിലെ വ്യത്യസ്തരായ സ്ഥാനാർത്ഥികൾ ഇവരാണ്. മന്ത്രി വി.എൻ. വാസവൻ മത്സരിക്കുന്ന മണ്ഡലമെന്ന നിലയിലാണ് ഏറ്റുമാനൂർ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാകുന്നത്. വി.എൻ. വാസവന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ മറ്റ് അത്ഭുതങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല. കടുത്ത മത്സരമൊന്നും ഇവിടെ ഇടത് സ്ഥാനാർത്ഥി നേരിടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഏറ്റുമാനൂരിലെ 2 സ്ഥാനാർത്ഥികൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആതിര ഡി നായരും SUCI സ്ഥാനാർത്ഥി ആഷ്ന തമ്പിയുമാണിത്. ഏറ്റുമാനൂരിൽ NDA സ്ഥാനാർത്ഥിയായ ആതിര ഡി നായർ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുന്നണി സ്ഥാനാർത്ഥിയാണ്. പ്രായത്തെ ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നവർക്കെതിരെ ആത്മവിശ്വാസത്തോടെ മറുപടി പറയുന്ന ആതിര സൈബർ ബുള്ളിയിങ്ങിനെ ഭയക്കാതെ മുന്നോട്ടു പോകുന്നുവെന്ന് പറയുന്നു. സൈബർ ഫോറൻസിക്കിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ആതിര ഓൺലൈൻ സംരംഭകയായും പ്രവർത്തിക്കുന്നു. കിഴക്കമ്പലത്തെ 2020 മാതൃകയിൽ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന പദ്ധതികൾ ഉൾപ്പെടെ നിരവധി ആശയങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. ബാല്യകാലം മുതൽ കലാരംഗത്തും സജീവമായിരുന്നു. അതേസമയം ഏറ്റുമാനൂരിൽ തന്നെ SUCI സ്ഥാനാർത്ഥിയായ ആഷ്ന തമ്പി ശ്രദ്ധ നേടുന്നത് ലാളിത്യവും ജനസേവന പ്രതിബദ്ധതയും കൊണ്ടാണ്. ആസ്തി വിവരണ കണക്കിൽ വെറും 84 രൂപ മാത്രമുള്ള ആഷ്ന സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള സ്ഥാനാർത്ഥിയാണ്. പത്രിക സമർപ്പിച്ച ദിവസം കയ്യിലുണ്ടായിരുന്നത് 40 രൂപ മാത്രം. അക്കൗണ്ടിലുണ്ടായിരുന്നത് 44 രൂപ. സ്വന്തം പേരിൽ വാഹനമോ സ്ഥിര വരുമാനമോ ഇല്ലെങ്കിലും ജനകീയ സമരങ്ങളിൽ സജീവമായി ഇടപെടുക എന്നതാണ് തന്റെ തീരുമാനമെന്ന് ആഷ്ന വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള സജീവമായ ആഷ്ന മഹാരാജാസ് കോളേജിലും MG സർവകലാശാല സ്കൂൾ ഓഫ് ലിറ്റേഴ്സിലും പഠനം പൂർത്തിയാക്കി. ജേർണലിസത്തിൽ PG ഡിപ്ലോമ നേടിയിട്ടുണ്ട്. പാർട്ടിയുടെ മീഡിയ കോർഡിനേറ്ററും വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഷ്ന മാതാപിതാക്കൾക്കും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. പ്രചാരണത്തിനായി പാട്ടപ്പിരിവ് നടത്തുന്നതിൽ പോലും നേരിട്ട് പങ്കെടുക്കുന്ന ആഷ്ന സാധാരണ ജനങ്ങളോടൊപ്പം നിന്നുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.